ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ക്ലൈമറ്റ് ആട്ടോ, പുറത്ത് നല്ല ചൂടൊക്കെ ഉള്ളൊരു ദിവസമാണ്. ഇനി തൊട്ട് ചൂടൊക്കെ തുടങ്ങാൻ പോവുകയാണ്. പകൽ ചൂടും അതുപോലെ വൈകിട്ട് ചിലപ്പോൾ മഴയുണ്ടാകും. മഴയില്ലെങ്കിൽ തന്നെ ഈ ഒരു മാസം അവസാനം തൊട്ട് നമുക്ക് അവിടെ തണുപ്പൊക്കെ തുടങ്ങാറായിട്ടുണ്ട് കേട്ടോ. ചെറിയ മഞ്ഞ് വീഴ്ചയൊക്കെ തുടങ്ങും. അപ്പോൾ ഇന്ന് നമ്മൾ മീൻകറി ആട്ടോ വയ്ക്കുന്നത്. ഞാനല്ല വയ്ക്കുന്നത്, ഇന്ന് മൊത്തം ഏട്ടൻ്റെ മീൻകറി ആട്ടോ. ഞാൻ അങ്ങനെ ഇളക്കി കൊടുക്കാനും കഷ്ണം മുറിച്ച് കൊടുക്കാനൊക്കെ മാത്രമാണ്. ഞാൻ കുറച്ച് ഉള്ളി മുറിച്ച് കൊടുത്തു, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ചെറിയ ഹെൽപ്പൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി മസാല ഉണ്ടാക്കിയത് എല്ലാം ഏട്ടനാണ്. ഏട്ടൻ സെപ്പറേറ്റ് ആയിട്ട് മസാല ഉണ്ടാക്കി എടുക്കുക കേട്ടോ ചെയ്യുക. അപ്പോൾ നമ്മുടെ മീൻകറി അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. ഏട്ടൻ കടുകൊക്കെ പൊട്ടിച്ചിടുന്നുണ്ട്. അന്ന് എനിക്ക് അങ്ങനെ കാര്യമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഏട്ടൻ കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഏട്ടനെ ഡിസ്റ്റർബ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഏട്ടന് ഇഷ്ടമാവില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ട് ഇടയിൽ കൂടെ പോയി വീഡിയോ എടുക്കുന്നതാണ്. ഇളക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെള്ളം കുടിക്കാൻ പോകുമ്പോഴൊക്കെ ഞാൻ ചെറുതായിട്ട് വീഡിയോ എടുക്കുന്ന കേട്ടോ. മീൻകറീൻ്റെ കൂടെ രാവിലെ കഴിക്കാൻ പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പുട്ടും അതുപോലെ മീൻകറിയും നല്ല ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ പിന്നെ ഏട്ടന് ഞാൻ എക്സ്ട്രാ ഒരു ഗ്ലാസ് ചായയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഏട്ടൻ മോനെ സ്കൂളിൽ കൊണ്ടുവന്ന് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം ഒരു ഗ്ലാസ് ചായയും കൂടെ കുടിക്കാറുണ്ട്. അപ്പോൾ ഏട്ടന് വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു ഗ്ലാസ് ചായയും കൂടെ ഞാൻ വെച്ചാണ്. പിന്നെ അത് മാത്രമല്ല മീൻകറിയൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ചോറിന് അരിയിട്ടു. പിന്നെ പുട്ടൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. മോനെ സ്കൂൾ കൊണ്ടേ ആക്കി വന്നതിന് ശേഷമാണ് ഞാൻ വീഡിയോസൊക്കെ എടുത്ത് തുടങ്ങിയത്. മീൻകറി ഉണ്ടാക്കുമ്പോൾ മാത്രം ഞാൻ ഇടയ്ക്കൊക്കെ പോയിട്ട് വീഡിയോ എടുക്കുമായിരുന്നു. മോൻ പോകുന്നതിന് മുന്നേ ആയിട്ട് മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ പെട്ടെന്ന് റെഡിയായി വന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോഴേക്കും പുട്ടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ എനിക്കുള്ളതും ഏട്ടനുള്ളതും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മീൻകറിയും കൂട്ടിയിട്ടാട്ടോ ഏട്ടൻ പുട്ട് കഴിക്കുന്നത്. ഞാൻ എങ്ങനെ കഴിച്ചതെന്നുള്ളത് ഞാൻ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ പാലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാലൊക്കെ മേടിച്ചു കേട്ടോ. ഞാൻ നമ്മുടെ തൊട്ട വീട്ടിലത്തെ സിസ്റ്ററുടെ സ്കൂട്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് സ്കൂട്ടി ഓടിക്കാൻ അറിയില്ല. അവരുടെ സിസ്റ്റർ ഇടയ്ക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവർ ഓടിക്കാനും വേണ്ടി മേടിച്ച് വെച്ചതാട്ടോ. നല്ല രസമാണ് കാണാൻ. ബൈക്കിനെയൊക്കെ പോലെ നല്ല മോഡലൊക്കെ ഉള്ളൊരു യമഹയുടെ ബൈക്കാട്ടോ. ബൈക്കല്ല, സ്കൂട്ടി ആട്ടോ. അപ്പോൾ അതൊക്കെ ഓടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഓടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം ഞാൻ മിസോറാമിൽ വെച്ചിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അതുപോലത്തെ ഒരു സ്കൂട്ടിയൊക്കെ ഓടിക്കണമെന്നേ. എന്തായാലും അത് സാധിച്ചു. പിന്നെ ഏട്ടൻ ഓഫീസിൽ പോകാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഏട്ടൻ ഓഫീസിൽ പോയി കഴിഞ്ഞോട്ടോ. ഇനി എനിക്ക് ഭക്ഷണമൊക്കെ കഴിക്കണം, കുറച്ചു നേരം നടക്കാനൊക്കെ പോകണം. നമ്മുടെ ക്വാർട്ടേഴ്സിന്റെ മുൻഭാഗത്ത് എപ്പോൾ നോക്കിയാലും ഇപ്പോൾ മയിലുകളെ കാണാൻ പറ്റൂ കേട്ടോ. അത് മാത്രമല്ല ഇനിയിപ്പോൾ ഓഗസ്റ്റ് അതുപോലെ സെപ്റ്റംബർ മാസങ്ങളിലെ ഈ മയിലിൻ്റെയൊക്കെ പീലി കൊഴിയുന്നൊരു മാസം കേട്ടോ. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇവർ ഡാൻസ് ചെയ്യും എല്ലാം ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും. ഞാൻ 2 ദിവസം മുന്നേ ഒരിക്കൽ ഡാൻസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരാഴ്ച തന്നെ ഞാൻ 2-3 തവണ കണ്ടു കഴിഞ്ഞു കേട്ടോ മയിൽ ഡാൻസ് ചെയ്യുന്നത്. അത് മാത്രമല്ല എനിക്ക് പാർക്കിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് ഒരു മയിൽപ്പീലിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. ജയിലിൻ്റെ സൈഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ദിവസേന നമുക്ക് മയിൽപ്പീലിയൊക്കെ പെറുക്കി കൊണ്ടുവരാനൊക്കെ പറ്റും കേട്ടോ. പക്ഷേ എനിക്ക് അങ്ങോട്ട് പോകാൻ പേടിയായത് കാരണം ഞാൻ അങ്ങോട്ടൊന്നും പോവാറില്ല. കാരണം അവിടെ എപ്പോഴും നീൽഗായ് വെള്ളമൊക്കെ കുടിക്കാൻ വരുന്ന സ്ഥലം കേട്ടോ. അവിടെ സ്ഥിരമായിട്ട് വരാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയായിട്ടോ അങ്ങോട്ട് പോകാൻ. ഇവിടുത്തെ ദീദിമാരും അങ്ങോട്ട് അങ്ങനെ പെട്ടെന്നൊന്നും പോകാറില്ല. പിന്നെ അത് മാത്രമല്ല ആ തടാകത്തിനകത്ത് മുതലയുണ്ട്. പിന്നെ അത് മാത്രമല്ല അവിടെ അങ്ങനെ മൊത്തം എന്താ പറയുക, കാട് കെട്ടി കിടക്കുന്ന കാരണം നമുക്ക് അവിടെ അങ്ങനെ പോകാനൊന്നും പറ്റില്ല കേട്ടോ. ഇഷ്ടംപോലെ പാമ്പുകളൊക്കെ ഉണ്ടാവും. ഇവിടെ എവിടെ നോക്കിയാലും പാമ്പിന്റെ പുറ്റും കാര്യങ്ങളൊക്കെ ആട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാനും വേണ്ടിയിട്ട് ഞാൻ വേറെ കറികളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഓട വറുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഉപ്പേരികളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇല്ലേ ഞാനൊരു കറി ഒരു ഉപ്പേരി എന്തെങ്കിലുമൊക്കെ വെക്കുന്നതാണ്. ഇന്നെന്തായാലും രാവിലെ തന്നെ ഏട്ടൻ മീൻകറിയൊക്കെ വെച്ചത് കാരണം എന്തായാലും ഇനിയിപ്പോൾ മീനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ മോനും ഏട്ടനും അത് കൂട്ടി കഴിച്ചോളും. എനിക്കാണെങ്കിൽ കുറച്ച് മോരുണ്ട്. മോരും ഈ ഒരു ഓടയും കൂടെ ആയിട്ട് ഞാനും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. പിന്നെ അത് മാത്രമല്ല ഈ ഒരു ഓടി ഉണ്ടെങ്കിലും കുഴപ്പമില്ലാതെ ഭക്ഷണമൊക്കെ കഴിച്ചോളൂ കേട്ടോ. അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉരുളക്കിഴങ്ങ് ഉപ്പേരി കൊടുക്കുന്നതാണ്. ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഉണ്ടെങ്കിൽ ആ 3 നേരം നന്നായിരുന്നു ഫുഡ് കഴിക്കും കേട്ടോ. ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് അവന് വയ്യാത്തത് കാരണം എന്താ പറയുക, ഉരുളക്കിഴങ്ങ് ഉപ്പേരി ആയിരുന്നു ഞാൻ ഇത്രയും ദിവസം അധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിപ്പോൾ 2 ദിവസമായിട്ടുള്ളൂ കേട്ടോ ഈ ഒരു ഓട കിട്ടിയിട്ട്. അപ്പോൾ കുറച്ച് ദിവസം ഇനിയിപ്പോൾ ഇത് കഴിയുന്നത് വരെ എന്തായാലും ഇതൊക്കെ ഉണ്ടാകും. ഈ ഒരു സാധനം അവൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ ഇത് മാത്രം എടുത്ത് കഴിക്കുള്ളൂ കേട്ടോ. ചോറൊന്നും അങ്ങനെ കഴിക്കില്ല. ഞാനും ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് കുട്ടിയെ മാത്രം കണ്ടിട്ട് കാര്യമില്ല കേട്ടോ. അത് പിന്നെ എല്ലാ പിള്ളേരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ലേ. സ്നാക്സ് എന്തെങ്കിലും ഫ്രണ്ടിൽ കൊണ്ടുപോയി വെക്കുമ്പം പിന്നെ അതെല്ലാം എടുത്ത് കഴിക്കാനുള്ള ടെൻഡൻസി ഉള്ളൂ. അവന് ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ട് ഏട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനും ഫുഡൊക്കെ എടുത്ത് കഴിക്കും കേട്ടോ. എന്നിട്ട് കുറേ നേരം ഞങ്ങൾ കിടന്നുറങ്ങും. എന്നിട്ട് പിന്നെ എണീച്ച് കഴിഞ്ഞാൽ പിന്നെ ഏട്ടന് ചായയൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഏട്ടൻ ഓഫീസിൽ പോയി കഴിയുമ്പോഴായിരിക്കും കേട്ടോ പിന്നെ ഞാൻ പുറത്തൊക്കെ ഇറങ്ങുക.
പണ്ടൊക്കെ 5 മണിയായി കഴിഞ്ഞാൽ കുറേ പേര് നടക്കാനുണ്ടാവും കേട്ടോ, ഒരുപാട് പേരുണ്ടാവും, നമുക്കിപ്പോൾ സംസാരിക്കാനൊക്കെ കുറേ പേരുണ്ടാവും കേട്ടോ. പക്ഷേ ഇപ്പോൾ ആരും അങ്ങനെ പുറത്തൊന്നും ഇറങ്ങാറില്ല, എല്ലാവരും അവരുടെ പ്രൈവസി നോക്കി അവരവരുടെ വീടിനകത്താട്ടോ. പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല, ഞാനിവിടെ വന്ന സമയത്തൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ നടക്കാനും വേണ്ടിയിട്ട്. ഇവരൊക്കെ ആയിട്ട് ഫ്രണ്ട്ലി ആയി വരുമ്പോഴേക്കും എന്താ പറയുക, നമുക്ക് ഇവിടുന്ന് പോകാനാവും കേട്ടോ. പക്ഷേ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഇവിടുന്ന് എങ്ങോട്ട് പോയി കഴിഞ്ഞാലും നമ്മൾ എന്തായാലും പോകുന്നത് CH ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ കണ്ടവരെയും പരിചയപ്പെട്ടവരെയൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാനും പരിചയപ്പെടാനും ഒക്കെ ഉള്ള അവസരങ്ങൾ വീണ്ടും വരും കേട്ടോ. പിന്നെ ഞങ്ങളിതാ വൈകിട്ടൊന്ന് പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു, കുറച്ച് പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ തെക്കമ്പൂർ മാർക്കറ്റിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ പോയപ്പോൾ അങ്ങനെ കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തില്ല, ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. രക്ഷാബന്ധം വരികയല്ലേ, അതുകൊണ്ട് തന്നെ നോർത്ത് ഇന്ത്യയിൽ എവിടെ നോക്കി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എല്ലാ കടകളുടെ ഫ്രണ്ടിലും കുറേ രാഖിയൊക്കെ വെച്ചിട്ടുണ്ടാവും. രക്ഷാബന്ധം റിലേറ്റഡ് വീഡിയോസൊക്കെ ഞാൻ വരുന്ന വീഡിയോസുകളിൽ ആഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയും ഞാൻ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ കാണുന്നവരെ ബൈ.